മകം തൊഴിലിനായി ചോറ്റാനിക്കര നട തുറന്നിരിക്കുന്നു. വളരെ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ ആളുകൾ അമ്മയെ ദർശിച്ച് പുണ്യം നേടുന്നതിനായി അകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ തന്നെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഇങ്ങോട്ടെത്തി ക്യൂവിൽ നിൽക്കുന്നവരുടെ തിരക്ക് വളരെ അധികമായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി ആ ക്യൂ വിപുലപ്പെട്ടു. മതിൽക്കെട്ടിന് പുറത്ത് വളരെ നീണ്ട ക്യൂ ആണ് രണ്ട് ഭാഗത്തും രൂപപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു ഉത്സവം എന്നും മകം തൊഴിലിനെ പറയാം. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറേ നട, ക്ഷേത്രത്തിന്റെ പ്രധാന കവാടമായ പടിഞ്ഞാറേ ഗോപുരം മുഴുവൻ സ്ത്രീകൾക്കായി മാത്രം മാറ്റിവെച്ചിരിക്കുകയാണ്. അവിടെ ഇന്നലെ മുതൽ തന്നെ സ്ത്രീകൾ ഇങ്ങോട്ടെത്തി ഭക്തിപൂർവ്വം അവിടെ ഈ നട തുറക്കുന്നതിനായി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ 2 മണിക്ക് നട തുറന്നപ്പോൾ വളരെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. ഈ ചോറ്റാനിക്കര മകം തൊഴിൽ ചടങ്ങുകളെല്ലാം രാവിലെ 5 മണിയോടുകൂടി തന്നെ ആരംഭിച്ചു. പുലർച്ചെ വളരെ വിശേഷാൽ ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം പ്രധാനപ്പെട്ട എഴുന്നള്ളത്ത് ചടങ്ങുണ്ടായിരുന്നു. എഴുന്നള്ളത്ത് ചടങ്ങിന് ശേഷം നട 2 മണിക്കൂറോളം നേരം അടച്ചിട്ടു. ദേവിയെ ഒരുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഈ ദിവസമുള്ളത്. അമ്മയെ അന്ന് തങ്കഗോളകയടക്കം വിശേഷപ്പെട്ട ആടയാഭരണങ്ങൾ അണിയിച്ച് ഒരുക്കിയെടുക്കുന്ന ചടങ്ങ് വളരെ പ്രസിദ്ധമാണ്. ആ ചടങ്ങ് നടക്കുന്ന സമയം ഭക്തരെ എല്ലാവരെയും ഈ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് മാറ്റും. അതിനുശേഷമാണ് ഇപ്പോൾ 2 മണിക്ക് നട തുറന്ന് സർവാഭരണ വിഭൂഷിതയായിട്ടാണ് അമ്മ ദർശനം അരുളുക. ഈ സമയം ദർശനം നടത്തിയാൽ സർവ്വ പാപങ്ങളിൽ നിന്നും മോചനം കിട്ടും എന്നാണ് വിശ്വാസം. ആ വിശ്വാസത്തേക്ക് മുറുകെ പിടിച്ചുകൊണ്ടാണ് വ്രതാനുഷ്ഠാനങ്ങളുടെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. വിനീത, ഈ ദിവസത്തിനും ഈ സമയത്തിനും പ്രാധാന്യമുണ്ട്. 2 മണി എന്ന് പറയുന്ന ഈ സമയം ഇവിടെ വില്വമംഗല സ്വാമിയാർക്ക് ഈ സമയമാണ്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ 2 മണി സമയം, കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിൽ ഈ സമയമാണ് ദർശനം നൽകിയത് ചോറ്റാനിക്കര അമ്മ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഈ 2 മണിയുടെ പ്രാധാന്യം. ഈ സമയത്ത് നട തുറക്കുന്നതും ദേവി മകം തൊഴിലിനായി ഇങ്ങോട്ട് വരുന്നവരെ അതായത് കനത്ത ചൂടിനെയും അവഗണിച്ചുകൊണ്ട് നിരവധി പേരാണ് അവിടെ എത്തിയിരിക്കുന്നത് ദർശനത്തിനായി. അവിടെ ചിലർക്കൊക്കെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതായൊക്കെ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. ആ രീതിയിൽ ചൂട് ക്രമീകരിക്കുന്നതിന്, ചൂട് കൂടിയതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? വിനീത, ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുമൊക്കെ വളരെ വലിയ രീതിയിൽ തന്നെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ 1000-ഓളം പോലീസുകാരെ 4 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ വിന്യസിച്ചിട്ടുണ്ട്. മഫ്തിയിൽ പോലീസുകാരുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ശക്തമാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നും ഇവിടെ ഈ കനത്ത ചൂടിനെ വകവയ്ക്കാതെ ഇവിടെ ഇന്നലെ മുതൽ തമ്പടിച്ചിരിക്കുന്ന ഭക്തർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, അവർക്കുള്ള ലഘു ഭക്ഷണ വിതരണം, കുടിവെള്ള വിതരണം ഒക്കെ കൃത്യമായി തന്നെ 4 ഗോപുരങ്ങളും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിലും ആളുകൾക്ക് കൃത്യമായ ആ രീതിയിലുള്ള സപ്പോർട്ടെല്ലാം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് നൽകുന്നുണ്ട്. ദേഹാസ്വാസ്ഥ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അടിയന്തര ശുശ്രൂഷകൾ നൽകാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കടുത്ത ചൂടിനെയും വകവയ്ക്കാതെയാണ് ചോറ്റാനിക്കര മകം തൊഴുന്നതിനായി, ഈ ഭക്തിയുടെ പുണ്യം നുകരുന്നതിനായി ഇങ്ങോട്ട് ഭക്തജന സഹസ്രങ്ങൾ ഒഴുകിയെത്തിക്കൊണ്ട് ഇരിക്കുന്നത്. വിനീത, ചോറ്റാനിക്കര മകം തൊഴ തുടങ്ങിയിരിക്കുന്നു. രാത്രി 10:30 വരെയായിരിക്കും ദർശനം. ലേബി സജീന്ദ്രനാണ് ചോറ്റാനിക്കരയിൽ നിന്നും തത്സമയ വിവരങ്ങൾ നൽകിയത്.